അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. പക്ഷെ മെത്തേഡ് വഴി പോയാൽ ഞാൻ പറഞ്ഞ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഒരെണ്ണം അസ്യൂം ചെയ്തിട്ട് കണ്ടുപിടിക്കണം, ദെൻ അതിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യണം. ആകാവുന്നുണ്ട് അല്ലെ? ഇപ്പോഴും പ്രശ്നമുണ്ടോ? ഒന്നുകൂടി നോക്കാം. അപ്പൊ അറിയാവുന്ന ഒരാള് ആ ലിങ്ക് ആണെങ്കിലും മതി, യൂട്യൂബിന്റെ ലിങ്ക് ആണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇടണേ കേട്ടോ. ഓക്കെ, നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ മക്കൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ പ്രോപ്പർട്ടിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആകാവുന്നുണ്ട് വീഡിയോ. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: one of the eigenvalue of the matrix 7 4 minus 4 4 minus 8 minus 1 4 minus 8 minus 1. Question ശ്രദ്ധിക്കുക എല്ലാവരും. One of the eigenvalue of the matrix, the given matrix is -9. One of the eigenvalue is -9. Without using characteristic equation, find the other eigenvalues. Question ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. One of the eigenvalue is -9. Without using characteristic equation, find the other eigenvalues. Okay, the characteristic equation use ചെയ്യരുത്, പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് ആ മറ്റ് രണ്ട് eigenvalues കണ്ടുപിടിക്കാം. 3x3 മെട്രിക്സ് ആണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്യൂബിക് ഇക്വേഷൻ ആയിരിക്കും. സോ 3 eigenvalues ഉണ്ടാവും. അതിൽ ഒരു eigenvalue, one of the eigenvalue is -9 and you have to find the other 2 eigenvalues. Okay, using property. Don't use the characteristic equation. Okay, അപ്പോൾ നമ്മൾ ഇവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് പറയാം. ആദ്യം സം ഓഫ് ദ ഐഗൺ വാല്യൂസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത് തന്നെയായിരിക്കും. സം ഓഫ് ദ ഐഗൺ വാല്യൂ ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ. ഇറ്റ്സ് വൺ ഓഫ് ദ പ്രോപ്പർട്ടി ഗിവൻ ഇൻ ദ ഐഗൺ വാല്യൂ സെഷൻ. അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നെന്താണ്? സം ഓഫ് ദ ഐഗൺ വാല്യൂസ് ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ. This is one of the property. Sum of the eigenvalues is equal to trace of A. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നു. You know that നമുക്ക് ഒരു ഐഗൺ വാല്യൂ -9 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? ബാക്കി രണ്ട് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും. Let it be λ2 and λ2. Okay, ഒരു ഐഗൺ വാല്യൂ -9 എന്ന് തന്നിട്ടുണ്ട്. You have to find λ2 and λ3. Sum of the eigenvalues is equal to trace of A. ഇതൊരു പ്രോപ്പർട്ടി ആണ്, ഐഗൺ വാല്യൂസിന്റെ സെഷനിൽ തന്നിട്ടുണ്ട്. സോ ആദ്യത്തെ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഓക്കെ, സം ഓഫ് ദ ഐഗൺ വാല്യൂസ് ദാറ്റ് ഈസ് λ1 plus λ2 plus λ3 is equal to trace of A. Trace of A എന്താ നോക്കി? 7 -8 -1. ഓക്കെ, ട്രേസ് ഓഫ് എ നമ്മൾക്കറിയാം. ഡയഗണൽ എലമെന്റ്സ് എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്യും. എന്താ കിട്ടുന്നത്? 7 -8 -1 that is -2. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. എന്താ പ്രോപ്പർട്ടി? സം ഓഫ് ദ ഐഗൺ വാല്യൂസ് ദാറ്റ് ഈസ് λ1 plus λ2 plus λ3 is equal to -2. λ1ന്റെ വാല്യൂ അറിയാം, -9. അത് വെച്ച് ഇവിടെ റീപ്ലേസ് ചെയ്യാം. സോ -9 plus λ2 plus λ3 is equal to -2, or we have λ2 plus λ3 is equal to -2, λ2 plus λ3 is equal to -2 plus 9 that is 7. λ2 plus λ3 is equal to 7. Equation number 1. Okay, മനസ്സിലായല്ലോ എങ്ങനെയാ പ്രോപ്പർട്ടി കിട്ടിയെന്നുള്ളത്? ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അതർ ഐഗൺ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
sum of the eigenvalues is equal to trace of A. Trace of A കണ്ടുപിടിക്കാൻ അറിയാം. Sum of the diagonal elements ചെയ്തു കഴിഞ്ഞാൽ trace of A കിട്ടും. So lambda 1 plus lambda 2 plus lambda 3 is equal to trace of A, that is minus 2 എന്ന് കൊടുത്ത് then we have ഒരു mistake ഉണ്ട് കേട്ടോ മക്കളെ. 7 4 minus 4 4 minus 8 minus 1 4 minus 8 ഇതൊന്ന് മാറ്റി എഴുതണം കേട്ടോ. എഴുതിയെടുത്തവരൊന്ന് കറക്റ്റ് ചെയ്യുക. ലാസ്റ്റ് റോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സിമെട്രിക് ആൻഡ് മൈനസ് 8 ആണ് മക്കളെ. ലാസ്റ്റ് റോയിലെ എലമെന്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഇറ്റ്സ് -1 ആൻഡ് -8. -1 ആൻഡ് -8 ആണ് കേട്ടോ. ട്രേസ് ഡിഫറെന്റ് ആവും. ട്രേസ് -8 -16 -9 ആണ് വരുന്നത്. ട്രേസ് മാറാം കേട്ടോ. ലാസ്റ്റ് റോയിലെ എലമെന്റ്സിൽ ചേഞ്ച് ഉണ്ട്. എല്ലാവരും കറക്റ്റ് ചെയ്യാം. ഇറ്റ്സ് -1 ആൻഡ് -8. ഓക്കെ. സോ ട്രേസ് ഓഫ് എ -9 ആണ് കിട്ടുക. -9 plus 9 -9 plus 9 it's 0. ട്രേസിൽ ഇപ്പൊ ചേഞ്ച് വരണം. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 7 plus -8 plus -8 that is -9. ഓക്കെ. എല്ലാവരും കറക്റ്റ് ചെയ്തല്ലോ. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്. പ്രൊഡക്റ്റ് ഓഫ് ദ ഐഗൺ വാല്യൂസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ. സെക്കൻഡ് പ്രോപ്പർട്ടി ഇസ് പ്രൊഡക്റ്റ് ഓഫ് the eigenvalues, that is lambda 1 into lambda 2 into lambda 3 is equal to determinant A. Important ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. ഞങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. Okay, so second property we are applying is product of the eigenvalues is equal to determinant A. So first find the value of determinant A. ഒന്ന് കണ്ടുപിടിച്ച് determinant A യുടെ വാല്യൂ. Find the value of determinant A. ഈ പീരിയഡ് ക്ലാസ്സിൽ ലേറ്റ്. ഡിറ്റർമിനന്റ് എ വാല്യൂ കണ്ടുപിടിച്ചവരെ പറയാം. മെട്രിക്സ് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. Anyone got the answer? Determinant A. അതും ഞാൻ പറഞ്ഞു കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അതും യൂട്യൂബിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കുറെ പേരൊക്കെ അങ്ങനെ ചെയ്യാറ്. അറിയാത്തവർ യൂഷ്വൽ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് ചെയ്യുക. Equation solution 4 4 1. Okay, correct. Determinant A is 4 4 1. 4 4 1. Also we have lambda 1 is equal to -9. So -9 into lambda 2 into lambda 3 is equal to 4 4 1. Or lambda 2 into lambda 3 is equal to 4 4 1 divided by -9. Okay. 4 4 1 divided by -9. That is -49. So we get the second equation as second property apply ചെയ്ത് കിട്ടുന്ന second equation ഇതാണ്. Lambda 2 into lambda 3 is equal to -49. Okay. Lambda 2 into lambda 3 is equal to -49. That is the second equation. This is the second equation. 4 4 1 divided by -9. So we have two equations. 0 and lambda 2 into lambda 3 is equal to -49. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് XY എന്നുള്ള ഫോർമുലയുള്ള ഇക്വേഷൻസ് തന്നെയാണ്. ലാംഡ 2 ലാംഡ 3 യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.
So here x plus y is equal to 0 and x into y is equal to minus 14. Sum of two numbers 0 and its product is minus 49. So what are the two numbers? The numbers on the lambda 2, lambda 3. Add ചെയ്താൽ 0 കിട്ടുന്നുണ്ട്. Multiply ചെയ്താൽ minus 49 ആണ് കിട്ടുന്നത്. Then find those numbers lambda 2, lambda 3. ഇങ്ങനെ സാധാരണ ചെയ്യാറ് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് lambda 2 or lambda 3 കണ്ടുപിടിച്ച് വേറെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് കിട്ടി 7 minus 7. അറിയാത്തവർ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് lambda 2 കണ്ടുപിടിക്കാം. From equation 1 we have lambda 2 is equal to minus lambda 3. ഏതെങ്കിലും ഒരു വേരിയബിൾ കണ്ടുപിടിച്ച് അത് വേറെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, here we are finding lambda 2 as minus lambda 3. Substituting this in equation 2 we have lambda 2 എന്നുള്ളതിന് പകരം minus lambda 3 കൊടുക്കുക. So we have minus lambda 3 into lambda 3 is equal to minus 49 or lambda 3 square is equal to 49. Lambda 3 square is equal to 49. That is x square is equal to 49 or x is equal to plus or minus root of 49. Lambda 3 is equal to root of 49 is equal to plus or minus 7. Okay. It is equal to plus or minus 7. lambda 3 ക്ക് എത്ര വാല്യൂസ് കിട്ടി? 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് വാല്യൂ കൂടി കണ്ടുപിടിക്കണം? lambda 2 കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. lambda 2 യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1 യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ 2 യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. Also we have lambda 2 if lambda 3 is equal to 7 then lambda 2 is equal to lambda 3 യുടെ വാല്യൂ 7 ആവുമ്പോൾ lambda 2 വാല്യൂ എന്താ വരിക? ഇക്വേഷൻ 1 ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഇക്വേഷൻ 1 എന്താ? lambda 2 is equal to minus of lambda 3. So lambda 2 is equal to minus of lambda 3 under using this equation we have lambda 2 is equal to minus 7. Okay, so lambda 3 7 ആവുന്ന കേസിൽ lambda 2 എന്നുള്ള ടേമിന്റെ വാല്യൂ minus 7. Similarly, if lambda 3 is equal to minus 7, we have lambda 2 is equal to minus lambda 3 which is equal to 7. Okay, so 7 choose ചെയ്യുമ്പോൾ minus 7 ആണ് ഐഗൺ വാല്യൂ ആയിട്ട് വരുന്നത്, വേറെ ഐഗൺ വാല്യൂ. minus 7 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 7 is the other eigen value. So what are the three eigen values? One is minus 9, 7 and minus 7 are the three eigen values. Okay. Doubt ഉള്ളവർക്ക് ചോദിക്കാം. രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ other eigen values നമ്മൾ കണ്ടുപിടിച്ചു. First property is sum of the eigen values. So without using characteristic equation പറഞ്ഞിട്ടുണ്ട്, characteristic equation യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും കാര്യമില്ല. characteristic equation യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലത്തിൽ ആരും ചെയ്യരുത്. That is lambda cube minus trace of a into ആ ഇക്വേഷൻ യൂസ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട് without using the characteristic equation find the other eigen values. So ഏതൊക്കെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത? First property, sum of the eigen values is equal to trace of A. We know that trace of A is equal to sum of diagonal elements. So our property avade apply cheyidu. Second property, product of the eigen values is equal to determinant A. Okay, first one, sum of the eigen values is equal to trace of A, and കുറെ പേര് ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് കയറി അവർക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കേട്ടോ. Second property is product of the eigen values is equal to determinant A. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് eigen values എന്താണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പൊ ചോദിക്കും. കുറെ പേര് ലേറ്റ് ആയിട്ടാ ക്ലാസ്സിൽ കയറുന്നത്. നിങ്ങൾക്ക് അറ്റൻഡൻസിന് മാർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു.
ആരും അത് കെയർ ചെയ്യുന്നില്ല. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ലിങ്ക് ആരോ അറിയാൻ യൂട്യൂബിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ലിങ്ക് ഒന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. മാത്തമാറ്റിക്സ് ഗ്രൂപ്പിലില്ല. പറയാത്തവർ ആ ലിങ്ക് യൂസ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഡൗട്ടില്ലല്ലോ ആർക്കും? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. പ്രോപ്പർട്ടി യൂസ് ചെയ്ത് മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ, വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. Okay, the next question. If 2 is an eigenvalue of the matrix, question എഴുതുക, നോട്ട് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി. If 2 is an eigenvalue of the matrix, ചെറിയ ഡൗട്ട് ആണെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് അടുത്ത പ്രോബ്ലം ചെയ്താൽ മതി കേട്ടോ. 2 is an eigenvalue of the matrix 3 minus 1 3 minus 1 1 minus 1 5 minus 1 1 minus 1 1 minus 1 2. Okay, 2 is an eigenvalue of the matrix. Without using the characteristic equation, find the other 2 eigenvalues. കൂടാതെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി എഴുതണം കേട്ടോ. Without using the characteristic equation, find the other 2 eigenvalues. Then also find the eigenvalues of A cube A transpose. Also find the eigenvalues of A cube A transpose A inverse 5A A minus 3I and adjoint of A. Okay. First we have to find the other 2 eigenvalues. After that also find the eigenvalues of A cube A transpose A inverse 5A and A minus 3I, which is adjoint of A. 3 ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഐഗൺ വാല്യൂസ് കൂടി നമ്മൾ കണ്ടുപിടിക്കും. ഫസ്റ്റ് 7-8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ്സിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെയും ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ അതർ 2 ഐഗൺ വാല്യൂസ് യൂസിങ് properties. Okay, one of the eigenvalue is 2. ചെയ്തോളൂ. So let lambda 1 lambda 2 and lambda 3 ഇതാണ് നമ്മുടെ 3 ഐഗൺ വാല്യൂസ് എന്ന് കൺസിഡർ ചെയ്യാം. Let us consider lambda 1 lambda 2 lambda 3 as the 3 eigen values given. One of the eigenvalue is 2. Lambda 1 is equal to 2 എന്ന് തന്നിട്ടുണ്ട്. Other 2 eigenvalues കണ്ടുപിടിക്കാൻ ഏതൊക്കെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണം? First property, sum of the eigenvalues, that is lambda 1 plus lambda 2 plus lambda 3 is equal to sum of the eigenvalues is equal to trace of A, and product of the eigenvalues is equal to determinant A. യൂസ് ചെയ്തിട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് അത് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും. ലാംഡ 1 തന്നിട്ടുണ്ട്, വൺ ഓഫ് ദ ഐഗൺ വാല്യൂസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റീപ്ലേസ് ലാംഡ 1 by 2. ഓൾസോ ഫൈൻഡ് ട്രേസ് ഓഫ് A and determinant A. Then solve these 2 equations. ചെറിയ കാര്യമാണെങ്കിൽ പോലും ചോദിക്കാനാട്ടോ. പലരും കോപ്പി ചെയ്ത് എഴുതരുത്, തനിയെ ചെയ്യാം.
Kiran, Adarsh, Ajit, Smell, Raj, Akshay Krishna, Anirudh, Abhishana, Aparna, Aryanath, Swin, Pranav, Kulvitan, Bhavya, Binta, Harshan, Hari, Junaid, Kiran Das, Kishore, Madan Raj, Ines, Mohammed Singh, Abbas, Shiva, Suresh, Pranaya, Rahul, Dana, Rachel, Anil, Arti, Shivas, Sauna, Dheeraj, Manish, Shan, Prakash, absent. Okay, got the answers? Other two eigenvalues കിട്ടിയോ? Anyone got the answer? Other two eigenvalues. ആർക്കും കിട്ടിയില്ല? Lambda 1 is 2. So 2 plus lambda 2 plus lambda 3 is equal to trace of 8. That is 5 plus 3 plus 3. 11. Then lambda 1, that is 2 into determinant A value എന്താ കിട്ടിയ? Value of determinant A. Anjana 40, 44, 36, 56. So many answers. Anjana mistaken. 36 was the correct answer. Correct ഏരി? അതാ പറഞ്ഞ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഈ ഒരു ടേം മിസ്റ്റേക്ക് ആയാൽ വേറെ ആൻസേഴ്സ് ഒന്നും നോക്കേണ്ട കാര്യം വരില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഡിറ്റർമിനന്റ് നിങ്ങളുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ യൂട്യൂബ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, 36 is the correct answer. So determinant A is equal to 36. So we get two equations. First, lambda 2 plus lambda 3 is equal to 11 minus 2. That is 9. 2 into lambda 2 into lambda 3 is equal to 36, or lambda 2 into lambda 3 is equal to 36 by 2. That is 18. First equation and second equation.
Solving these two equations, we get the values of lambda 2, lambda 3. എങ്ങനെ സോൾവ് ചെയ്യാം? ഏത് ഇക്വേഷൻ നിന്ന് വേണേലും ലാംഡ 2 കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേണേലും ഫസ്റ്റ് ഇക്വേഷൻ നിന്ന് ലാംഡ 2 വാല്യൂ കണ്ടുപിടിച്ച് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓർ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ലാംഡ 2 വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം. 18 ലാംഡ 3 കിട്ടും. അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലാംഡ 2 തന്നെ ചെയ്യുന്നില്ല, ലാംഡ 3 യൂസ് ചെയ്തും ചെയ്യും. നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണേലും ചെയ്യും. സെക്കൻഡ് ഇക്വേഷൻ എന്ന് ചെയ്യാം. Suraj 3 and 6. Okay, correct answer. From second equation, lambda 2 is equal to 18 by lambda 3. Okay, from the second equation, lambda 2 is equal to 18 by lambda 3. Substituting this in first equation. So, substituting the value of lambda 2 in equation 1, we have lambda 2 is equal to 18 by lambda 3. Cross multiply ചെയ്യാം. 18 plus lambda 3 into lambda 3 is lambda 3 whole square. Whole divided by lambda 3 is equal to 9. Okay. That is have lambda 3 square plus 18 is equal to 9 lambda 3, or lambda 3 square minus 9 lambda 3 plus 18 is equal to 0. This is the equation, quadratic equation or second degree equation. എങ്ങനെ സോൾവ് ചെയ്യാം? quadratic formula യൂസ് ചെയ്ത് ചെയ്യാം, or by using calculator. Lambda cube minus 9 lambda 3 plus 18 is equal to 0. Lambda 3 എന്നൊക്കെ പറയുന്നത് x എന്നുള്ള ഒരു വേരിയബിൾ പോലെയാട്ടോ. x square minus 9x plus 18 is equal to 0. You have to find the value of x. Aparna absent. Absent is Aparna. Harshan present. Okay. Muhammad Hussain. Muhammad Hussain present. Yes, ma'am. Siyad. Muhammad Siyad absent. Siyad absent. Aparna absent. Sadiq and Vishnu Prakash. Sadiq, Vishnu Prakash. Okay, everyone got the answer? 3 eigenvalues. എല്ലാവർക്കും കിട്ടിയോ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തോ? So the eigenvalues are 2, 3, 6. Lambda 1 is equal to 2, lambda 2 is equal to 3, and lambda 3 is equal to 6. 2, 3, 6 are the eigenvalues. Okay? 2, 3, 6 are the eigenvalues. ഓക്കെ, എല്ലാവരും കണ്ടുപിടിച്ചല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞിട്ട് എഴുതാം. ഓക്കെ, സോ വി ഗെറ്റ് lambda 1 is equal to 2, 3, 6. 2, lambda 2 is equal to 3, and lambda 3 is equal to 6. Okay, if the eigenvalues of A എന്നുള്ള മെട്രിക്സിന്റെ eigenvalues ആണ് 2, 3, 6, then the eigenvalue of A transpose is
Pranaya, what about the eigenvalues of A transpose? Pranaya, unmute ചെയ്തിട്ട് answer പറയാം. If the eigenvalues of A are 2, 3, 6, then what about the eigenvalues of A transpose? Pranaya? അറിയില്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാട്ടോ. വിളിച്ചു കഴിഞ്ഞ് മിണ്ടാതിരിക്കരുത്. Vinita? Vinita? If the eigenvalues of A are 2, 3, 6, A യുടെ eigenvalues 2, 3, 6 ആണെങ്കിൽ A transpose എന്നുള്ള മെട്രിക്സിന്റെ eigenvalues എന്തായിരിക്കും? What about the eigenvalues of A transpose? Vinita, അറിയോ? അറിയാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. വിനിത. A ട്രാൻസ്പോസിന്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കാം? ക്ലിയർ ആവുന്നില്ല? ടെക്സ്റ്റ് ചെയ്താലും മതി. ആർക്കെങ്കിലും അറിയുന്നവർക്ക് ആൻസർ ചെയ്യാം. ഇനി റിജിൻ, 2, 3, 6 സെയിം. യെസ്, ഞാനൊരു പ്രോപ്പർട്ടി പറഞ്ഞു തന്നിരുന്നു അന്ന് ക്ലാസ്സിലെ. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, അറിയാത്തവർ ശ്രദ്ധിക്കുക. എയുടെ ഐഗൺ വാല്യൂസ് തന്നെയായിരിക്കും A ട്രാൻസ്പോസിന്റെ ഐഗൺ വാല്യൂസ്. അത് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് 1-2 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെച്ചോളാം. The eigenvalues of A and A transpose are same. എയുടെ ഐഗൺ വാല്യൂസ് തന്നെയായിരിക്കും A ട്രാൻസ്പോസിന്റെ. ജസ്റ്റ് എഴുതേണ്ട കാര്യമുള്ളൂ. So 2, 3, 6 are the eigenvalues of A transpose. Okay, then AQ. If the eigenvalues of A are 2, 3, 6, then the eigenvalues of AQ എന്തായിരിക്കാം? A ക്യൂബിന്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കാം? 2Q, 3Q, 6Q. ഓക്കെ, ഇതും ഒരു പ്രോപ്പർട്ടി ആണ്, ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് റെഫർ ചെയ്യാം. If A സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിലോ 2 സ്ക്വയർ, 3 സ്ക്വയർ, 6 സ്ക്വയർ. A raised to 4 ന്റെ ഐഗൺ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 2 raised to 4, 3 raised to 4 and 6 raised to 4. ഓക്കെ, ഇതൊക്കെ ക്യൂബ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. 2 ക്യൂബ്, 3 ക്യൂബ്, 6 ക്യൂബ്. ഓക്കെ, ഇത് ഒരു സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 5 മാർക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായത്. സാധാരണ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ ചോദിച്ചൊരു സപ്ലിമെന്ററി എക്സാമിന് ഈ ഒരു ആൻസർ എഴുതുന്നതിന് മാത്രം 5 മാർക്സ് ആണ് അവിടെ കൊടുത്തത്. അപ്പൊ മേ ബി ചിലപ്പോൾ ട്വിസ്റ്റ് ഒക്കെ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ 1-2 ക്വസ്റ്റിന് തന്നെ 3 മാർക്സ് ഒക്കെ വരാം. അപ്പൊ ആ പ്രോപ്പർട്ടി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സാധാരണ അങ്ങനെ ചോദിക്കാറുള്ള ഒരു 5-6 പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കാറുണ്ട്. 8 മാർക്കിനോ 10 മാർക്കിനൊക്കെ ഒരു ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ സപ്ലിമെന്ററി എക്സാമിന് ചോദിച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അല്ലെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. If the eigenvalues of A are 2, 3, 6, then what about the eigenvalues of AQ? Okay, that is 2 cube, 3 cube, 6 cube. Then what about the eigenvalues of 5A? A യുടെ eigenvalues 2, 3, 6 ആണ് അല്ലെ. 5A എന്നുള്ള മെട്രിക്സിന്റെ eigenvalues 5 into 2. The eigenvalues of 5A are 5 into 2, 5 into 3 and 5 into 6. Multiply each and every eigenvalues by 5. Okay, in generally ഇപ്പോൾ പ്രോപ്പർട്ടി നന്നായിട്ട് ഒന്ന് ചെന്ന് പഠിച്ചോളാം. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് ഒന്നും വലിയ പ്രശ്നമല്ല, വളരെ സിമ്പിൾ ആണ്.
അപ്പൊ 5a എന്ന് മാത്രമല്ല 3a ചോദിക്കുകയാണെങ്കിൽ 3 into 2, 3 into 3 and 3 into 6 is the eigen values. Okay. So 5a എന്നുള്ള ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം കേട്ടോ. 10, 15, 30 എന്ന് ആൻസർ. Then what about the eigen values of a minus 3i? A minus 3i. That means you have to subtract each and every eigen value by 3. Okay. So the eigenvalues of a minus 3i is equal to 2 minus 3, 3 minus 3 and 6 minus 3. That is minus 1, 0 and 3 are the eigenvalues of a minus 3. Okay. Next. What about the eigenvalues of a inverse? A inverse and eigenvalues. A inverse. Eigenvalues of inverse is the reciprocal of each eigenvalue, that is 1 by 2, 1 by 3 and 1 by 6. The A inverse important ആണ് മനസ്സിലാക്കാം. 1 by 2, 1 by 3 and 1 by 6. Okay. Adjoint ഏരിയ മാത്രം കുറച്ച് ഡിഫറെന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. Okay, Emmanuel, correct. Determinant A by lambda is the eigenvalue of adjoint A. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രോപ്പർട്ടീസ് വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വരിക. എന്താ മനസ്സിലായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ. എന്തായാലും ഞങ്ങളുടെ ടൈം കഴിഞ്ഞ്. വിഷ്ണു പ്രകാശ് ലേറ്റ് ആയിട്ടാണല്ലോ കേരിയെ. കുറേ പേര് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. അറിയാത്തവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. പ്രോപ്പർട്ടീസ് എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് വന്നോളാം കേട്ടോ. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം.